ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ധനലക്ഷ്മി ടീച്ചർ സ്റ്റോറി ടൈമിൻ്റെ തന്നെ ഭാഗമായ ഗാലക്സ് മാത്സിൻ്റെ കുറേ ട്രിക്കുകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും അവരുടെ അമ്മമാരോടൊപ്പം ഇരുന്ന് വേണം ഈ വീഡിയോ കാണാൻ. എന്നിട്ട് ഈ കോൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കി നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അമ്മമാരോട് ചോദിച്ചത് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അധികം ഉപകാരം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഈ ഒരു വീഡിയോകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പ്രൈമറി മുതൽ PSC വരെ പഠിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഈ വീഡിയോകളെല്ലാം ഞാൻ റെഡിയാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് എല്ലാവരും, കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, ഇത് എല്ലാവർക്കും പ്രയോജനം ചെയ്യും. അതുകൊണ്ട് ഈ വീഡിയോ മാക്സിമം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അല്ലേ? അതായത് ഇന്നത്തെ വീഡിയോയിൽ പലർക്കും അറിയായിരിക്കാം 10 കൊണ്ടും 100 കൊണ്ടും 1000 കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിൻ്റെ ട്രിക്സ് എന്താണെന്ന് അറിയാമായിരിക്കാം. അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അതായത് നമ്മൾ 10 കൊണ്ടും 100 കൊണ്ടും 1000 കൊണ്ടും ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഞാനിവിടെ എക്സ് എന്ന് ഇട്ടിരിക്കുന്നത് എനി നമ്പർ, ഏത് നമ്പർ വേണേ ആയിക്കോട്ടെ, അതിൻ്റെ കൂടെ നമ്മൾ 10 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ റൈറ്റ് ദ സെയിം നമ്പർ, നമ്മൾ ആ നമ്പർ അവിടെ തന്നെ അങ്ങനെ അതുപോലെ എഴുതുക. ദെൻ എത്രയാണോ 0 ഉള്ളത് ആ 0 ഇവിടേക്ക് റൈറ്റ് എൻഡിൽ ഇട്ട് കൊടുക്കുക. ഓക്കെ, അടുത്ത നമ്പർ നോക്കുള്ളൂ. 384 × 10 എന്നുള്ളത് നമ്മൾ 384 ആ നമ്പർ അതുപോലെ എഴുതി. എന്നിട്ട് 10ൽ ഇവിടെ എത്ര 0 ഉണ്ട്? only 1 0. ആ 0 അവിടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഗ്രൂപ്പ് ചെയ്യുന്നത് എപ്പോഴും നമുക്ക് വായിക്കാനും നമ്മൾ എഴുതിയത് ശരിയാണോ എന്ന് മനസ്സിലാക്കാനും എളുപ്പമായിരിക്കും. അടുത്ത നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് റൈറ്റ് ദ നമ്പർ, അതുപോലെ നമ്മൾ ആ നമ്പർ എഴുതാം. എന്നിട്ട് എത്ര 0 ഉണ്ട്? ഇത് 1ൻ്റെ കൂടെ ഇതുപോലെ സീറോസ് വരുമ്പോഴാണ് നമ്മുടെ ഈ ട്രിക്ക് ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാനാവുക. അപ്പോൾ ഇവിടെ 2 0 അതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനെ ഗ്രൂപ്പ് ചെയ്യാം. അപ്പോൾ 4300 എന്ന് കിട്ടും. ഇവിടെ നോക്കാം, നമുക്ക് 584 × 100 എന്നുള്ളത് നമ്മൾ നമ്പർ അതുപോലെ എഴുതാം. 584. എന്നിട്ട് നമ്മൾ ഈ 2 0 അവിടെ ഇട്ട് കൊടുക്കും. എന്നിട്ട് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. അപ്പോൾ 58,400 എന്ന് കിട്ടി. ഇനി നമുക്ക് 1000ലേക്ക് പോകാനാണെങ്കിലോ, നമ്മൾ 84 അതുപോലെ എഴുതി. എന്നിട്ട് ഇതിനകത്ത് എത്ര 0 ഉണ്ട്? 3 zeros ഉണ്ട്. അപ്പം എണ്ണി അതുപോലെ അവിടെ ഇട്ട് കൊടുക്കാൻ നോക്കുക. ഒരു 0 കുറഞ്ഞാലും തെറ്റിപ്പോവും. അതുകൊണ്ട് ഇവിടെ 3 zeros ഉണ്ട്. അപ്പോൾ 3 0 ഇവിടെ എഴുതാം നമുക്ക്. 1 2 and 3. സോ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. അപ്പോൾ 84,000 എന്ന് കിട്ടി. നെക്സ്റ്റ് നമ്പർ നോക്കാം നമുക്ക്. 272 × 1000. അപ്പം നമ്മൾ അതുപോലെ നമ്പർ എഴുതി 272. എന്നിട്ട് എത്ര 0 ഉണ്ട്? 3 zeros ഉണ്ട്. 1 2 and 3. എന്നിട്ട് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. സോ 2,72,000 എന്ന് കിട്ടി. ഇനിയിപ്പോൾ അടുത്ത് നോക്കിക്കോളൂ. ഇറ്റ്സ് 10,000 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മൾ നമ്പർ അതുപോലെ തന്നെ, നമ്മൾ പഠിച്ചതുപോലെ തന്നെ നമുക്ക് നമ്പർ എഴുതാം. എന്നിട്ട് ഇത് എത്ര 0 ഉണ്ട്? 1 2 3 4 zeros ഉണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. 1 2 3 and 4. എന്നിട്ട് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. അടുത്ത നമ്പർ നോക്കുള്ളൂ. 780 × 10,000. അപ്പം നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുക, 780 ആ നമ്പർ അതുപോലെ എഴുതണം. എന്നിട്ട് ഇതിനകത്ത് എത്ര 4 zeros ഉണ്ട്? ആ 4 0 ഇവിടെ ഇട്ട് കൊടുക്കണം. ദാറ്റ് ഈസ് 1 2 3 and 4. നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ഓക്കെ, മനസ്സിലായോ? ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവാം. ദാറ്റ് ഈസ് നമ്മളൊരു ടേബിൾ ചെയ്തിരിക്കുകയാണ്. ഇതാണ് നമ്മൾ പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഏറ്റവും അധികം കുഞ്ഞു കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നത്. നോക്കിക്കോളൂ, ഇവിടെ നമ്മൾ നമ്പർ അതുപോലെ എഴുതി, 28 അതുപോലെ എഴുതി. എന്നിട്ട് നമ്മൾ ഒരു 0 ഇട്ട് കൊടുത്തു. ഇവിടെ നമ്മൾ അതുപോലെ 28 അതുപോലെ എഴുതി, 2 zeros കൊടുത്തു. ഇവിടെ നമ്മൾ 28 അതുപോലെ എഴുതി. എക്സ് എന്ന് പറയുന്നത് എനി നമ്പർ, ഇവിടെ നമുക്ക് 28 ആണ് കിട്ടിയിട്ടുള്ളത്. എന്നിട്ട് 3 zeros ആണ്. വി പുട്ട് 3 zeros ഹിയർ. അടുത്തത് നമ്മൾ 28 അതുപോലെ എഴുതി. ദെൻ നമുക്ക് 4 zeros ഉണ്ട്. 1 2 3 and 4. എന്നിട്ട് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ഓക്കെ, അടുത്തത് 45 എന്നുള്ളത് യു ക്യാൻ റൈറ്റ് 45 അതുപോലെ എഴുതി. എന്നിട്ട് നമ്മൾ 0 ഇട്ട് കൊടുത്തു. അടുത്തത് 45 അതുപോലെ എഴുതി, 2 zeros കൊടുത്തു.
ഇവിടെ 45 അതുപോലെ എഴുതി 3 zeros കൊടുത്തു. ഇവിടെ 45 അതുപോലെ എഴുതി then 4 zeros. സോ ഗ്രൂപ്പ് ചെയ്യാം. ഗ്രൂപ്പിംഗ് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് 63 എഴുതിയിട്ട് 10, 63 എഴുതിയിട്ട് 20, 63 എഴുതിയിട്ട് 30, 63 എഴുതിയിട്ട് 40. ഗ്രൂപ്പിംഗ്. ഓക്കെ, നെക്സ്റ്റ് നമ്പർ ഈസ് 90. 90 അതുപോലെ തന്നെ എഴുതി, എന്നിട്ട് നമുക്ക് 10 ആണ് ഇട്ട് കൊടുക്കേണ്ടത്, റൈറ്റ്. അടുത്തത് 90 അതുപോലെ എഴുതി നമ്മൾ 20 ഇട്ട് കൊടുത്തു. ഇവിടെ 90 അതുപോലെ എഴുതി നമ്മൾ 30 ഇട്ട് കൊടുത്തു. ഇവിടെ 90 അതുപോലെ എഴുതി എന്നിട്ട് 40 ആണ് ഇട്ട് കൊടുക്കേണ്ടത്. 1 2 3 4 ഇങ്ങനെ കൗണ്ട് ചെയ്ത് എഴുതുക. അപ്പോൾ നിങ്ങൾ ആ സീറോൻ്റെ നമ്പർ തെറ്റിപ്പോവില്ല. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് നമ്പർ ഈസ് 77. എന്നിട്ട് നമ്മൾ 10 കൊടുത്തു, 77 20 കൊടുത്തു, 77 30 കൊടുത്തു, 77 40 കൊടുത്തു. സോ ഗ്രൂപ്പ് ചെയ്തു, റൈറ്റ്. ഇപ്പം മനസ്സിലായോ? ഇത് പ്രാക്ടീസിനാണ്. അപ്പം നമുക്ക് ഈ 0 ഇടുന്നത് ആ ഒരു കോൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാവും ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇനി നമുക്ക് അടുത്ത സെറ്റിലേക്ക് പോവാം. ദാറ്റ് ഈസ്, നോക്കിക്കോളൂ, ബിഗ് നമ്പറാണ്. അതിൻ്റെ കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 1000 കൊണ്ടാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. നോക്കിക്കോളൂ, ഹിയർ നമ്മൾ ആ നമ്പർ അതുപോലെ എഴുതുകയാണ്. 6 2 8 2 and 3. 6 2 8 2 3. എത്ര 0 ഉണ്ട്? 1 2 3 3 zeros ഉണ്ട്. സോ 1 2 3. എന്നിട്ട് ഗ്രൂപ്പ് ചെയ്യാം. ആദ്യത്തേത് നമ്മൾ 3 നമ്പേഴ്സ് ഇടും, പിന്നെ എല്ലാം നമ്മൾ 2 വെച്ചിട്ടാണ് ഇന്ത്യൻ സിസ്റ്റത്തിൽ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നത്. അടുത്തത് നമുക്ക് നോക്കാം. നമ്പർ അതുപോലെ എഴുതാം. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പറഞ്ഞ് എഴുതുവാണെങ്കിൽ മിസ്റ്റേക്ക് വരില്ല. 77 3 2 6 that is 6 9 8. 77 3 2 6 9 8. എന്നിട്ട് എത്ര 0 ഉണ്ട്? 1 2 3 4 zeros ഉണ്ട്. 1 2 3 4 0. ഇത് നമ്മളിതാ ഗ്രൂപ്പ് ചെയ്ത് ഒരു വലിയ നമ്പറാണേ. സോ ഇങ്ങനെയാണ് നമ്മൾ 10 കൊണ്ടും 100 കൊണ്ടും 1000 ഒക്കെ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 0 ഇടുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, പറഞ്ഞ് നമ്പേഴ്സ് എഴുതിയിട്ട് 0 നമ്പേഴ്സ് എത്രയാണെന്ന് കൗണ്ട് ചെയ്തിടുക. സോ മിസ്റ്റേക്ക് വരില്ല. ഇത് വളരെ സിമ്പിളാണ്. ഇതിനകത്ത് വലിയൊരു റോക്കറ്റ് സയൻസ് ഒന്നും ഇല്ല. പക്ഷേ ഇതുപോലെ തന്നെയാണ് ഇനി 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും 6 കൊണ്ടും 7 കൊണ്ടും ഒക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ കുറേ ട്രിക്സ് ഉണ്ട്. ഈ ട്രിക്ക് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും തെറ്റ് പറ്റില്ല. അപ്പം നമുക്ക് നോക്കാം അടുത്ത വീഡിയോകളിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് അടുത്തത് 5ൻ്റെ ആണ്. 5 കൊണ്ട് എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത വീഡിയോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടുകൂടി കാണുക, വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും എല്ലാവർക്കും ഒന്ന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്കിത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ സന്തോഷം. അതുകൊണ്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് കണക്കിൽ മാത്രമല്ല എല്ലാ സബ്ജക്റ്റിലും മിടുക്കരാവുക, അതുപോലെ ജീവിതത്തിലും മിടുക്കരാവുക. എല്ലാ ആശംസകളും, പുതുവർഷ ആശംസകൾ എല്ലാവർക്കും നേരുന്നു. താങ്ക് യു സോ മച്ച്.